ചെമ്പകം കണ്ടില്ലേ? ഈ ചെമ്പകം നല്ല റെഡിഷ് ചെമ്പകമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ ചെമ്പകം. ഇതല്ലാതെ ഇതാണ് നമ്മുടെ വെള്ള ചെമ്പകം. നല്ല രസമില്ലേ? എനിക്ക് വെള്ള ചെമ്പകം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മണം കുറവാണ്, ചുമപ്പിന് നല്ല മണം കുറവാണ്. പക്ഷേ ഈ ചെമ്പകത്തിന് നല്ല മണമാണ്. വെയിലത്ത് വെച്ചാലേ പറ്റുള്ളൂ. കാരണം കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ചയായിട്ട് ഇതിപ്പോൾ വെയിലത്ത് വെക്കും. ഇത് ഞാൻ നേരത്തെ പ്രിപ്പയർഡ് ആക്കി. രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ചെടികൾ നോക്കുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കിയും വെക്കും. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സ്കൂൾ വിട്ടിട്ട് ഇതാ ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. വന്ന് കയറിയിട്ട് അതുകൊണ്ടാണ് ഇത്രയും ഒരുങ്ങി നിൽക്കുന്നത്. ഞാൻ അകത്തോട്ട് കയറിയില്ല, കാരണം ഇന്ന് കുറച്ച് വെയിലുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ കുട്ടി കുട്ടി ജോലികൾ ചെയ്തു തീർക്കാമെന്ന് കരുതി അകത്ത് കയറിയ അകത്തെ ജോലിയിൽ ഒതുങ്ങിക്കൂടും. അതിനെക്കാട്ടി ഞാൻ വിചാരിച്ചു വണ്ടി കൊണ്ട് വെച്ചിട്ട് നേരെ അകത്ത് തുറന്ന് ഞാൻ സെൽഫി സ്റ്റിക്കും കൊണ്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു നേരെ വന്ന് ആ കുട്ടി കുട്ടി ജോലികൾ തീർത്തിട്ട് അതിനായിട്ട് നിൽപ്പുണ്ട്. ക്ലൈമറ്റ് ചെറിയൊരു സൺലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കുട്ടി കുട്ടി ചെടികളൊക്കെ നട്ടിങ്ങനെ പിടിപ്പിച്ച് വരികയാണ്. അതിനെയൊക്കെ ഒന്നെടുത്ത് വെയിൽ കൊള്ളിക്കണം. കാരണം മഴ കാരണം സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെയിലത്തൊന്നും ഇപ്പോൾ ചെടികൾ അധികം വെക്കാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വെളിയിലത്തെ കുട്ടി കുട്ടി ജോലികൾ തീർത്തതിന് ശേഷം അങ്ങ് അകത്തോട്ട് കയറി അങ്ങ് പോകാമെന്ന്. അതേ കണക്ക് തന്നെ തുണികളൊക്കെ എനിക്ക് വിരിക്കണം. വാഷിംഗ് മെഷീനിൽ ഒരു ട്രിപ്പ് തുണിയുണ്ട്, അത് എവിടെ എടുത്തിട്ട് വിരിക്കാനെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ഇട്ടതാണ്. ഇന്നലെ ഫുൾ ഇവിടെ മഴയായിരുന്നു. ഇന്നിനി അതെടുത്ത് ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ട് വിരിക്കാമെന്ന് കരുതി. പിന്നെന്തോ ജോലിയുണ്ട് വെളിയിലോട്ട്. അങ്ങനെ പിന്നെ ഒരു കുട്ടിയായിട്ട് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ആ എല്ലാ ജോലിയും തീർത്തിട്ട് ഞാൻ വിചാരിച്ചു അകത്തോട്ട് കയറാമെന്ന്. അകത്തോട്ട് കയറിപ്പോയാൽ പിന്നെ വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു വെളിയിലത്തെ ജോലികൾ അങ്ങ് തീർത്തിട്ട് മാത്രം നമുക്ക് അകത്തോട്ട് കയറി ബാക്കി പണികളങ്ങ് ചെയ്യാമെന്ന്. ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ്, അതുകൊണ്ട് ഇനി ഫുഡ് ഉണ്ടാക്കലൊന്നുമില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊന്ന് കഴുകാനുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ തുണി ഇടാനുള്ളതായി, അതിന് ചെയ്യണം. കുഴപ്പമില്ലെന്ന് തോന്നും, ഭയങ്കര വെയിലൊന്നുമില്ല. എന്നാലും ഇന്നലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് സാരമില്ലാത്ത വെയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ നമ്മുടെ ജോലിയിലോട്ട് തിരിക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഡാഡി ടോക്സ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവു. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സ്കൂളിലോട്ട് സച്ചുവിനെയും ധ്രുവനെയും കൊണ്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഒരാൾ ഓടി വന്നിട്ട് അമ്മയെ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി കിടന്നത്. പ്രതിഷേധം കണക്കങ്ങ് കിടക്കുകയാണ്. കിടന്നപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ വീഡിയോയും കൂടി അങ്ങ് എടുത്തിട്ടാണ് നേരെ എൻ്റെ ചെടികളിലോട്ട് പോയത്. ഈ കണ്ടില്ലേ, ഈ ചെടികളെല്ലാം ഈ സൈഡിൽ തന്നെ ഞാൻ വെച്ചേക്കുന്നത് കണ്ട് വെള്ളം ഇങ്ങനെ വീണ് ഒത്തിരി സൂര്യപ്രകാശത്തിന് വേണ്ടി കെഞ്ച് നടക്കാണ് നിൽക്കുന്നത്. കുറേ എണ്ണത്തിന് മുട്ടുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പൂ വിടരുന്നില്ല. ഒരെണ്ണോ രണ്ടെണ്ണോ അങ്ങനെ പൂ കാണുമ്പോൾ രണ്ടിൻ്റെ സ്ഥിതിയോ അതേ കണക്ക് തന്നെ. ഈ മുകളിൽ നിൽക്കുന്നില്ലേ, ഇതാണെങ്കിൽ ആ സൈഡിൽ അങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്. ഈ ഉണങ്ങി നിൽക്കുന്ന എല്ലാ ഇലകളും നമുക്ക് വെട്ടി അങ്ങോട്ട് കളയണം. പിന്നെ മുകളിലോട്ട് കയറിപ്പോകുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിൽ നിന്ന് 2-3 പൂക്കൾ വന്നിട്ടുണ്ട്. ഈ മഞ്ഞായിട്ട് കാണുന്നില്ല, അതും ഇതിൻ്റെ പൂക്കൾ തന്നെയാണ്. ഇതിലാണെങ്കിലോ ഇതിൻ്റെ കാര്യം പറയാതിരിക്കണേണ് നല്ലത്. പിന്നെ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഓരോന്നിൻ്റെയും പൂവും മൊട്ടും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് കലാത്തിൻ്റെ കാര്യമാണെങ്കിൽ കലാത്തി നല്ല തണൽ കാരണം നല്ല സ്ട്രോങ് ആയിട്ട് വളരെയാണ്. ഇതിൻ്റെ വലുതുണ്ട്, അതെല്ലാം ഞാൻ ഗാർഡൻ വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വേറൊരു മണി പ്ലാന്റില്ലേ, ആ മണി പ്ലാന്റിൻ്റെ ചില ഇലകളൊക്കെ അങ്ങ് പഴുത്തിട്ടുണ്ട്. ഇതിലത്ത് വെള്ളമൊക്കെ അങ്ങോട്ട് വീഴ്ത്തി കൊടുക്കണം. ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ പറ്റൂല. ചെടികളെല്ലാം നല്ല കെയറിങ് കൊടുത്താലേ നല്ലതുപോലെ വളർന്ന് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലെ പുതിയൊരു മെമ്പറിനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്ടിൽ പുതുതായിട്ട് കൊണ്ടുവന്ന ചെമ്പകം. കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ കിളുന്ത് ഇലകളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നല്ല കിളുന്ത് ഇലകളൊക്കെ ഈ മഴ കാരണം വരുന്നുണ്ട്. അടിപൊളി ചെടിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചെടികളിൽ ഒന്നാണ് ഈ ചെമ്പകം. എനിക്ക് തോന്നുന്നു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കണ്ടില്ലേ, ഈ ചെമ്പകം നല്ല റെഡിഷ് ചെമ്പകമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ ചെമ്പകം. ഇതല്ലാതെ വൈറ്റ് ചെമ്പകവും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈറ്റ് നിറയെ ഇഷ്ടംപോലെ പൂക്കൾ വരുന്നുണ്ട്. ഇതിൽ അങ്ങനെ അവിടെ മാത്രമേ
വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഒടിഞ്ഞു പോയി, ഒരു കുട്ടി, അത് ഞാൻ കാണിച്ചുതരാം. കുട്ടി ഒടിഞ്ഞു പോയപ്പോഴത്തേക്ക് ഇപ്പം അതിൽ നിന്ന് മാത്രമേ പൂക്കൾ വരുന്നുള്ളൂ. ഭാഗമല്ലേ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഒടിഞ്ഞു പോയത് ഞാൻ താഴെ അങ്ങ് കുത്തി നിർത്തി. പക്ഷേ അത് രക്ഷപ്പെടും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളച്ചെമ്പകം കൂടെ ഒന്ന് കണ്ടാലെന്ത്? വെള്ളച്ചെമ്പകം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെള്ളച്ചെമ്പകം. നല്ല രസമില്ലേ? എനിക്ക് വെള്ളച്ചെമ്പകം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? ചുമപ്പിനെ കാട്ടി അടിപൊളിയാണ് ഈ വെള്ളച്ചെമ്പകം. കാണാനൊക്കെ അടിപൊളിയാണ്, നല്ല ലുക്കാണ്. കണ്ടില്ലേ? അതേപോലെ തന്നെ ഇതിന് നല്ല മണമാണ്. അതിൽ മണം കുറവാണ്, ചുമപ്പിൽ നല്ല മണം കുറവാണ്. പക്ഷേ ഈ ചെമ്പകത്തിന് നല്ല മണമാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നതിൻ്റെ ഞാൻ ഒന്ന് മണപ്പിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മണപ്പിച്ചിട്ട് നല്ല മണമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചെമ്പകം എന്ന് വെച്ചാൽ മണം ഇല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ചെമ്പകത്തിന് മണമുണ്ടല്ലേ. അപ്പോൾ പിന്നല്ലാതെ ചെമ്പകത്തിന് നല്ല മണമാണ്. ഇത് ഹൈബ്രിഡാണ്, അതുകൊണ്ട് ഭയങ്കര മണമൊന്നുമില്ല. അത് നീ പ്രതീക്ഷിക്കേണ്ട. നോർമൽ ചെമ്പകം നല്ല മണമാണ്. അതാണ് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നത് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് വന്ന എൻ്റെ കമൻ്റ് ആയിരുന്നു, ഒരു വ്ളോഗ് ചെയ്യാമോ, ഗാർഡൻ വ്ളോഗ് ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ഗാർഡൻ വ്ളോഗ് ചെയ്യണോ ുണ്ട്, പക്ഷേ വീഡിയോസൊക്കെ എനിക്കിങ്ങനെ എടുത്തു തരാനായിട്ട് ഒരാളില്ലാത്തത് കൊണ്ടാണ്. ഉടൻ തന്നെ എനിക്കൊരാളിനെ കിട്ടുന്നതാണ്. കാരണം സച്ചുവിനെ ഞാൻ ഇങ്ങനെ ക്യാമറ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടൻ തന്നെ എനിക്ക് ക്യാമറാമാനെ കിട്ടുന്നതാണ്. ഇനി എന്തായാലും ഞാൻ പോയി വേഗം തന്നെ നമ്മുടെ കുട്ടിയായിട്ടുള്ള എല്ലാ ചെടികളും എടുത്തുകൊണ്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെച്ചേക്കുന്നത് ഇപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ബാക്ക് സൈഡിലാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡൊന്നും ഞാൻ നിങ്ങൾ ഇതുവരെയായിട്ടും കാണിച്ചു തന്നിട്ടില്ല. മഴയൊക്കെ ആയിട്ട് നേരെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പുച്ചേട്ടൻ ഓരോ തവണ വന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കും. അത് കഴിഞ്ഞ് അപ്പുച്ചേട്ടൻ പോകുമ്പോൾ വീണ്ടും വഴിയതുകളാക്കാവും. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെടികൾ ഇതാണ്. ഇത് കണ്ടില്ലേ, ഈ സ്നേക്ക് പ്ലാന്റ് വെള്ളം കൂടുതലായിട്ട് വീണ് അത് ആ ഒരു ശിഖരം മാത്രം അങ്ങ് വാടിപ്പോയി. അത് ഇന്ന് എനിക്കിനി വെട്ടിക്കളയണം. ഞാൻ വെച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ വെട്ടിക്കളയാന്ന്. ഇതെല്ലാം ഞാൻ കുഞ്ഞായിട്ട് ഇതിലെ വലിയ ചെടികളിൽ നിന്ന് ഞാൻ എടുത്ത് ഇത് ചെയ്ത മണി പ്ലാന്റുകളാണ്. ഇതിൽ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് വീണിട്ട് എല്ലാത്തിൽ നിന്നും ഓരോ ഇലകൾ വീഴ അങ്ങ് പഴുത്തു പോവുകയാണ്. ഇത് നമ്മൾ ഈ ബോക്സിലിട്ടിരുന്നല്ലോ, ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ച നമ്മുടെ എന്തോന്നാണ്, കടലാസ് പൂ, ബോഗൺ വില്ലയാണ്. പക്ഷേ ഇത് അന്നത്തെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്നത്തെ ഫോട്ടോയിൽ ഇത് നന്നായിട്ട് അങ്ങ് തളിർത്ത് പൂവൊക്കെ വിട്ട് അങ്ങ് നിൽക്കിയിരുന്നു. ഇത് പിന്നെ അങ്ങ് പൊഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ശോഷിച്ചങ്ങ് പൊഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര സംഭവം എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് നല്ല സങ്കടമായി. കാരണം ഞാൻ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ച ബോഗൺ വില്ലയല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇലകളെല്ലാം വാടിപ്പോയതിന് ശേഷം വീണ്ടും ഇലകൾ ഒന്നേന്നായിട്ട് തളർത്ത് വരുന്നുണ്ട്. ഇത് പൂവൊക്കെ വന്ന ആ സമയത്ത് എൻ്റെ പൊന്നു എന്തൊരു അടിപൊളിയായിരുന്നതാണ്. ഞാൻ എൻ്റെ എന്തായാലും അതിൻ്റെ കുട്ടി ഫോട്ടോ അപ്പുച്ചേട്ടൻ എനിക്ക് അയച്ചു തന്നത് കാണും. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്തേക്കാം. അല്ലാതെ എൻ്റെ കുഞ്ഞു വീഡിയോസിലൊക്കെ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് ഞാൻ തന്നെ എന്താ അടിപൊളി ചെടിയാണെന്ന്. പിന്നെ ഒറ്റയടിക്ക് ഇതങ്ങ് ഇല്ലാതായപ്പോഴത്തേക്കും നല്ല സങ്കടം വന്നെന്ന് വെച്ചാൽ നല്ല സങ്കടം വന്നായിരുന്നു. ഈ ചെടി ഏതെന്നറിയാമോ? നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന അഡീനിയാണ്. അഡീനിയ ഞാനിത് വിത്തെടുത്ത് എനിക്കൊന്നൊരു ഇതിൽ മുഴുവനിലും ഞാൻ നട്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെ കിട്ടിയത് ഇത്രയാണ്. ഇത്ര മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ വെള്ളം ഒഴുപ്പ് ഞാൻ ഏർപ്പാടാക്കിയിരിക്കുന്ന സച്ചാവേനാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് വെള്ളം ഒഴിച്ചിങ്ങനെ വെച്ചേക്കുന്നത്. ഇത് വല്ലപ്പോഴാണ് ഞാൻ വെയിലത്ത് വെക്കും, തിരിച്ച് ഈ സ്ഥാനത്ത് കൊണ്ടങ്ങ് വെക്കും. അപ്പം ഇനി അടുത്തത് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം ചെടികൾ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി കൂടുതലായിട്ട് മണി പ്ലാന്റ് ഞാൻ ഹാങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതെല്ലാം എടുത്ത് എനിക്ക് വെയിലത്ത് വെച്ചാലേ പറ്റുള്ളൂ. കാരണം കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ചയായിട്ട് ഇതിപ്പോൾ വെയിലത്ത് വെക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാം എടുത്ത് വെയിലത്ത് വെച്ചാലേ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒന്നാമത്തെ ജോലി. പിന്നെ രണ്ടാമത്തെ ജോലി തുണി കൊണ്ടുവരിക്കുക, ഇതേ ഉള്ളു. അപ്പോൾ വേഗം തന്നെ ഞാൻ ചെടികൾ കാണിച്ചു തരാം. എല്ലാത്തിലും കുഞ്ഞു ഇലകളെല്ലാം പഴുത്തിട്ടുണ്ട്. അതെല്ലാം വെട്ടിക്കളയാണ്. രണ്ടാമത്തെ ചെടി ഇതാണ്. ഇതെല്ലാം ഞാൻ ഹാങ് ചെയ്യാനായിട്ട് ചെടിച്ചട്ടിയിൽ വളർത്തിയേക്കണേണ്. എന്ന് വെച്ചാൽ നമ്മുടെ തെക്കേ
നമ്മൾ പറയണത് സിദ്ധു ആൻറ്റീൻ്റെ വീട്ടിൻ്റെ സൈഡ് അല്ലെങ്കിൽ ബാബമ്മൻ്റെ വീട്ടിൻ്റെ സൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാവരും തെക്കും വടക്കും ഒക്കെ കൃത്യമായിട്ട് പറയും. അപ്പം നമ്മൾ തെക്കേ സൈഡിൽ ഒരു ഹാങ്ങർ വെച്ചിട്ട് ഇതെല്ലാം ഹാങ് ചെയ്ത് ഇടാമെന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ 6 എണ്ണമാണ് ഈ കൂട്ടത്തിലുള്ള. ഇതാണ് ഇന്ന് നമുക്കിനി വെയിലത്ത് കൊണ്ട് വെക്കേണ്ടത്. ഇത് മാത്രമല്ല, എല്ലാ ചെടികളും വെയിലത്ത് കൊണ്ട് വയ്ക്കണം. അത് കണക്കല്ല പഴുത്ത ഇലകളെല്ലാം കണ്ടിച്ച് കളയും വേണം. ഇതാണില്ലേ, എല്ലാ അരിക്കങ്ങ് വെയിലത്ത് വെക്കണം. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പഴുത്ത ഇലകളെല്ലാം നമുക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് വെട്ടിക്കളയാം. എൻ്റെ തലേൻ്റെ സൈഡിൽ കൂടെ അശയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ചെടിച്ചട്ടി എടുത്തപ്പോഴത്തേക്ക് നീ തളർന്നോടി എന്ന് ചോദിക്കേണ്ട. ഈ ചെടിച്ചട്ടി നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. നമ്മളിങ്ങനെ 2 കയ്യിലായിട്ട് ബാലൻസ് ചെയ്ത് തൂക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചു, ഓരോടത്ത് കൊണ്ടുവച്ചു, ക്യാമറ എടുത്ത് തിരിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ കൊണ്ടുവച്ചു. അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പടികളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി അങ്ങ് വെക്കാം. അടുക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് പഴുത്ത ഇലകളെല്ലാം മാറ്റാം. അടുത്തെടുത്തോണ്ട് നോക്കേ. മൊത്തം 6 എണ്ണം ഉണ്ടല്ലോ. ആ 6 എണ്ണം 3 വട്ടമായിട്ട് പോയി എടുത്തുകൊണ്ട് വരാനേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും 2-ാം ട്രിപ്പ് 2 എണ്ണം പോയി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം മൊത്തം 4 എണ്ണം ആവും. ഓരോ വട്ടവും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. ആഴ്ച ഒരിക്കലത്തെ എൻ്റെ പണി ഇതാണ്. ഈ ഒരാഴ്ച മുഴുവനായിട്ട് മഴയായിരുന്നല്ലോ, അതുകൊണ്ട് ഒട്ടും തന്നെ വെയിൽ ഇതിനൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ ഒരു ടൈപ്പ്, ഇത് മൊത്തം 3 ടൈപ്പ് മണി പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് പേര് അപ്പുച്ചേട്ടൻ പറയാറുണ്ട്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോഴത്തേക്ക് ഇതിൽ ഒരു ടൈപ്പിന് നമ്മൾ ഈ അത്യാവശ്യം വെയിലൊന്നും വേണ്ട, അത് തണലത്താണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി 2 എണ്ണത്തിനും വെയിൽ വേണം. ആ 2 എണ്ണത്തിനാണ് ഈ മഞ്ഞ ഇലകൾ വരണത്. ബാക്കി ഈ വെയിൽ കിട്ടേണ്ട ആവശ്യമില്ലാത്ത മണി പ്ലാന്റ് ഉണ്ടല്ലോ, അത് ഉണങ്ങിയ ഒന്നുമില്ല, ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് നിന്നു. എൻ്റെ വീട്ടിൽ ഇൻഡോർ ആയിട്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ഞാൻ അങ്ങനെ ഇൻഡോർ ആയിട്ട് മണി പ്ലാന്റ് വെച്ചിട്ടില്ല. പകരം ഞാൻ പീസ് ലില്ലിയും അതേ കണക്ക് തന്നെ ലക്കി ബാമ്പുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ എല്ലാം നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് തന്നെ ഒരു ചൊറിയണം കണ്ടില്ലേ ഇങ്ങനെ വളർന്നു വരുന്നത്. അങ്ങനെയുള്ള കുട്ടിയായിട്ടുള്ള വേണ്ടാത്ത കുഞ്ഞു ചെടികളും ഇതിൻ്റെ മൂട്ടിൽ തന്നെ വളരുന്നുണ്ട്. അതെല്ലാം നമുക്കങ്ങ് പുഴുതങ്ങ് കളയണം. ഇത് കണ്ടില്ലേ, മൊത്തം 4 തരം മണി പ്ലാന്റുകളാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ പഴുത്ത ഇലകൾ നിൽക്കുന്നത് മാത്രം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയാൽ മതി. ഞാൻ എന്തായാലും പോയി കത്രിക എടുത്തോണ്ട് വരട്ടെ. സിസർ എടുത്തോണ്ട് വന്നിട്ട് ബാക്കി കാണാം. സത്യത്തിൽ സിസറിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഴുത്ത ഇലകൾ നമ്മൾ പിടിക്കുന്നതിന് മുമ്പ് പുഴുതിഞ്ഞ് വന്നോളും. കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ചിലതങ്ങ് ഒരു ഉത്സാഹം ഇല്ലാത്ത കണക്കാണ് നിൽക്കുന്നത്. ഞാൻ ഇതിൽ വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിൽ നമ്മുടെ ചാണകം ഉണ്ടല്ലോ, ചാണകപ്പൊടി ഇട്ടതേ ഉള്ളൂ. ചാണകപ്പൊടി ഇട്ട് വെള്ളം വിത്തി കൊടുത്ത് അതേ കണക്കിന് ടാബ്ലറ്റ്സ് ഉള്ള വെള്ളം ആഡ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുത്തതാണ്. അടുത്തതായിട്ട് പിറ്റേന്ന് ഇതിന് സൺലൈറ്റിൻ്റെ കിട്ടേണ്ടതാണ്. പക്ഷേ എന്തെന്ന് പറയാലോ, മഴ കാരണം സൂര്യനെ കാണാൻ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം അങ്ങ് പഴുത്തു പോയത്. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഞാൻ അങ്ങ് ആക്കിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ കുഞ്ഞു ഇലകളെല്ലാം, ഈ ഇലകളിൽ ചിലപ്പം അറ്റം മാത്രം അങ്ങോട്ട് വാടിയത് കാണുമല്ലോ, അത് മാത്രമാണ് ഞാൻ ഇങ്ങനെ കത്രിക വെച്ച് വെട്ടിക്കളയുന്നത്. ബാക്കിയെല്ലാം ഞാൻ അങ്ങ് ഇലയോടെ പുഴുതടങ്ങ് കളയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ പുഴുതിങ്ങനെ എടുക്കും. കാരണം അത് അങ്ങ് ഇല്ലാതായി നിൽപ്പുണ്ട്. അങ്ങ് പുഴുതിഞ്ഞെടുത്താൽ മതി. ഇച്ചിരി അങ്ങ് നമ്മൾ വൃത്തിയാക്കി കൊടുത്താൽ മതി. ബാക്കി അത് സ്വന്തമായിട്ട് എല്ലാം അങ്ങ് ചെയ്തോളൂ. നമ്മൾ കുറച്ച് വളവും ഇട്ട് കുറച്ച് പരിചരണവും മാത്രം നമ്മൾ കൊടുത്താൽ മതി. ബാക്കി ചെടികളെല്ലാം അങ്ങ് ചെയ്തോളൂ. ഞാൻ ഭയങ്കര ചെടി ലവറ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അപ്പുച്ചേട്ടനും അമ്മച്ചിയും ഒക്കെ ചെടിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെടികളെ സ്നേഹിച്ച് തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിൽ 2 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് അവരുടെ ായിരുന്നു പ്രിയ. അല്ലാതെ ഈ ചെടികളടുത്തൊന്നും ഭയങ്കര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഈ എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ ചെടികളും എനിക്കിപ്പോൾ പ്രിയപ്പെട്ടത് തന്നെയാണ്. വെള്ളം വീത്താനും എല്ലാത്തിനും ഞാൻ കൃത്യമായിട്ടൊരു ടൈം അങ്ങ് കണ്ടെത്താറുണ്ട്. അപ്പോൾ ആ ടൈമിൽ അങ്ങ് പോകുമല്ലോ. ഇപ്പം വെള്ളം വീത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ മേളിലൊക്കെ ഇരിക്കുന്ന അതിനൊക്കെ വെള്ളം വീത്തിയാൽ മതി. അല്ലാതെ വെളിയിൽ നിൽക്കണതിനൊന്നും വെള്ളം വീത്തേണ്ട ആവശ്യമില്ല. കാരണം നല്ല മഴ പെയ്യുന്നു. ഞാൻ മണ്ണി മാത്രമല്ല കേട്ടോ മണി പ്ലാന്റ് വളർത്തിയിട്ടുള്ളത്. ഞാൻ വെള്ളത്തിനും വളർത്തിയിട്ടുണ്ട്. 2ഉം വെളിയിൽ തന്നെ വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ വളർത്തിയിരിക്കുന്നത് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പേ ഈ മണി
മണ്ണി വളർത്തിയേക്കണതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇതിലൊന്ന് വെച്ച ആ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെയിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ലോല കുട്ടി കുട്ടി ഇലകൾ അങ്ങ് മഞ്ഞ നിറമാവുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ അങ്ങ് പുഴുതെടുത്തങ്ങ് കളഞ്ഞാൽ മതി. പിടിക്കുന്നതിന് മുമ്പേ ഈ മഞ്ഞ ഇല ആയവ ഇങ്ങനെ പുഴുതിങ്ങനെ വന്നോളും. ഇതുകൊണ്ട് വേരോടെ അങ്ങോട്ട് അഴുകിയിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ അംശം നിലനിർത്തുകയും സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് വേരോടെ അങ്ങ് അഴുകുന്നത്. അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് നല്ല സങ്കടം വരും. ഞാൻ കെയർ കൊടുക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറ്. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ ഇലകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഉണ്ടാ ഇതിൻ്റെയൊക്കെ ഈ വെയിൽ നന്നായിട്ട് അഴുകിയിട്ടുണ്ട്. വെയിൽ കിട്ടി രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ ഇരുത്തിയതിന് ശേഷമേ ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് ഷെഡിലോട്ട് മാറ്റുന്നുള്ളൂ. അതുവരെ നന്നായിട്ട് വെയിലങ്ങാട്ട് കിട്ടട്ടെ. അങ്ങനെ വേഗം തന്നെ എല്ലാം അങ്ങ് തീർക്കാം നമുക്ക്. പയ്യെ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ നാരകയല്ലല്ലോ ചൊറിയണത്തിൻ്റെ ഈ ഒരു ചെടി കൂടെ പുഴുതെടുക്കാൻ കണ്ടത്തിലോട്ട് കളയാം. കാരണം ഇവിടെ എവിടെയെങ്കിലും ഇട്ട് എന്തിനാണ് നമ്മൾ പണി വാങ്ങുന്നത്? അതിനെക്കാട്ടി നല്ലത് കണ്ടത്തിലോട്ട് അങ്ങ് കളയണതല്ലേ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇതാണ് ഞാൻ വെള്ളത്തിൽ വളർത്തിയിരിക്കുന്ന എൻ്റെ മണി പ്ലാന്റുകൾ. 1-2 മണി പ്ലാന്റ് അല്ല, ഇത് വലിയ മണി പ്ലാന്റിൽ നിന്ന് വെട്ടിയെടുത്ത് വെള്ളത്തിലോട്ട് അങ്ങ് മാറ്റണതാണ്. അത് പിന്നെ അവിടെ ഇരുന്ന് അങ്ങാട്ട് ഈ മണി പ്ലാന്റ് കണ്ടോ, ഈ മണി പ്ലാന്റാണ് നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് വെച്ച മണി പ്ലാന്റ്. ഇത് കയറ്റി വിട്ടിരിക്കുന്നത് അടയ്ക്കാമരത്തിൻ്റെ അതിലോട്ടാണ് ഇങ്ങനെ കയറ്റി അങ്ങ് വിട്ടിരിക്കുന്നത്. താഴെ നിന്ന് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. മേലോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ മാറി അങ്ങ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ അങ്ങ് വിട്ടി അങ്ങ് കൊടുക്കാമെന്ന്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് മരത്തിൽ അങ്ങോട്ട് പിടിച്ചങ്ങ് കയറി അങ്ങ് പോയാലെന്താ. അങ്ങനെ എൻ്റെ വീട്ടിൽ നല്ലപോലെ മരത്തിൽ കയറി മുകൾ വരെ അങ്ങ് പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ മഹാഗണിയിലാണ് നമ്മൾ പടർത്തി അങ്ങ് വിട്ടിട്ടുള്ളത്. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഫ്രണ്ടിലൊരു കവുങ്ങാണ് നിന്നത്. അങ്ങനെ കവുങ്ങിലോട്ട് ഞാനല്ല, അമ്മച്ചിയാണ് അന്ന് കൊണ്ടുവന്ന് ഇതങ്ങ് നട്ടത്. ഞാൻ നടുന്നതിന് മുമ്പേ അമ്മച്ചി ഒരേ മണി പ്ലാന്റ് കൊണ്ടുവന്ന് അങ്ങ് നട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നല്ല ബുഷിയായിട്ട് പുതുതായിട്ടൊരു 3 എണ്ണം താഴെ നിന്നിങ്ങനെ മുളച്ചിങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ മണി പ്ലാന്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ലഭ്യത കൂടുതലാണ്. എവിടെ നിന്നൊന്നും അറിഞ്ഞുകൂടാ, എവിടെ നിന്നായാലും എത്തിക്കോളും. എവിടെ നിന്നെങ്കിലും മണി പ്ലാന്റ് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ കയ്യിലെത്തിക്കോളും. അങ്ങനെ ഞാനൊരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിലോട്ട് പുതുതായിട്ട് ഞാൻ ഇപ്പം വെട്ടിയെടുത്ത മണി പ്ലാന്റ് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുഞ്ഞു വേരുകൾ, ആദ്യം മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു വേരുകൾ വന്നിട്ട് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഓരോ വേരുകളായിട്ട് വന്നോളും. ഇതിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ ആദ്യം കാണിച്ചെന്ന് എൻ്റെ ചെടികളില്ലേ, സ്നേക്ക് പ്ലാന്റും പിന്നെ ഞാൻ ഇതിൽ നിന്ന് വെട്ടിയെടുത്ത് വെച്ച് വളർത്തിയെടുത്ത ചെടികളും അതും ഞാൻ ഇനി കൊണ്ടുവന്നിട്ട് ഇനിയാണ് നമ്മളൊരു സാധനം വിത്താൻ പോകണം. നേരത്തെ പ്രിപ്പയർഡ് ആക്കി രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ചെടികൾ നോക്കുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ തന്നെ ഇതുണ്ടാക്കി വെക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പി വെള്ളം എടുക്കുക, അതിലൊരു വിറ്റാമിൻ ടാബ്ലറ്റ് ഇടുക, പിന്നെ നമ്മളെ സ്പ്രേയിങ്ങിൻ്റെ നമ്മൾ ചെടിയൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. 1 ലിറ്റർ വെള്ളത്തിന് 1 ടാബ്ലറ്റ് എന്ന രീതിയിലാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെടികളിലെല്ലാം വീത്തി കൊടുക്കാം. ബാക്കി ചെടിയൊക്കെ ഒന്നും ഞാൻ ഇന്ന് വീത്തുന്നില്ല. ഞാൻ ഈ ചെടിയൊക്കെ മാത്രമേ ഇന്ന് വീത്തുന്നുള്ളൂ. കാരണം കുറച്ചധികം ടൈമായി. എനിക്ക് തുണി കൂടെ വിരിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിനകത്തോട്ട് കയറാൻ. എന്നിട്ട് വേണം എനിക്ക് തൂക്കാനും എല്ലാം. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിക്കാണും. 10 മണിയല്ല, ഒരു 10:30 ആയിക്കാണും എന്തായാലും. ഇനി നമുക്ക് ഈ സ്പ്രേ ഓരോ ചെടികളിലായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കരുത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ആദ്യമേ അടിച്ചു കൊടുക്കാനായിട്ട്. ഇലങ്ങളിലൊക്കെ നല്ല സ്പ്രേ ആക്കിയ പിന്നെ എന്താ പറയുക സോയിലിൻ്റെ ഇത്തിരി ഹാഷായിട്ട് നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഞാൻ എല്ലാം വീത്തി കൊടുത്തിട്ടുണ്ട്. ഇത് 1 ലിറ്ററിൽ 1 ടാബ്ലറ്റ് എന്ന രീതിയിലാണ് ഞാൻ വീത്തി കൊടുക്കുന്നത്. ആഴ്ച ഒരിക്കൽ മാത്രം നമ്മളിങ്ങനെ വീത്തി കൊടുത്താൽ മതി. ബാക്കി ദിവസം വെള്ളം വീത്തി കൊടുത്താൽ മതി. നോർമലായിട്ടുള്ള വാട്ടർ അങ്ങ് വീട്ടി കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ബുഷിയായിട്ട് എല്ലാം നിൽപ്പുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഇനി എന്തായാലും കുറച്ച് നേരം ഇതെല്ലാം അങ്ങോട്ട് വെയിൽ കൊള്ളട്ടെ. വെയിൽ കൊണ്ട് കഴിഞ്ഞാലേ ഇതിന് പുതിയൊരു ഉത്സാഹവും ഉന്മേഷവും എല്ലാം കിട്ടുള്ളൂ. കണ്ടില്ലേ, ചിലതിലൊക്കെ പൂ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് കണ്ടില്ലേ, ഇതാണ് മഞ്ഞപ്പൂ. കണ്ടില്ലേ എൻ്റെ ബോഗൺവില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത നട്ടുപിടിപ്പിച്ച എൻ്റെ കുട്ടിയായിട്ടുള്ള എൻ്റെ മണി പ്ലാന്റ്സുകളെല്ലാം നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി സൂര്യൻ്റെ പ്രസൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചെടികൾ നല്ല സുന്ദരി കുട്ടികളെ പോലെ ചാടി തുള്ളി അങ്ങ് നിന്നോളും. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണി ഏകദേശം ഞാൻ അങ്ങനെ വീട്ടിനകത്ത് കയറി. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് തളർന്ന്. കാരണം ചൂടടിക്കുന്നുണ്ട്. ഇനി ക്യാമറയിൽ നിന്ന് കൊണ്ട് തുണിവിരിക്കാൻ നമുക്കൊന്നും നടക്കൂല. ഞാൻ ഇനി എന്തായാലും
നാളെ ഞാൻ കാണിച്ചു തരാം. ഇന്നും എനിക്ക് വാഷിംഗ് മെഷീനിൽ തുണിയിടാറുണ്ട്. ഇപ്പം സമയം 10:45 അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കണക്ക് തന്നെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. ഇനി എനിക്ക് തുണിയും കൂടെ കൊണ്ട് വിരിക്കണം. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് തുണി കൊണ്ട് വിരിക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.